കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ പ്രധാന ദൗത്യം കത്തോലിക്കരെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുകയും ലോകവുമായി സുവിശേഷം പങ്കിടുകയുമാണെന്ന് വ്യക്തമാക്കി ലയോ 14 മാർപ്പാപ്പ. ആഗോള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനല്ല പ്രഥമ പരിഗണനയെന്ന് ലയോ പാപ്പ പറഞ്ഞു. പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി അനുവദിച്ച ഔപചാരിക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്റെ പ്രധാന കർത്തവ്യമായി കാണുന്നില്ല. വാസ്തവത്തിൽ സഭയ്ക്ക് ഒരു ശബ്ദമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രസംഗിക്കപ്പെടേണ്ടതും ഉച്ചത്തിൽ സംസാരിക്കേണ്ടതും സുവിശേഷത്തിന്റെ സന്ദേശമാണെന്നും ലയോ പാപ്പ പറഞ്ഞു. LGBT വിഷയം, വനിതാ ഡീക്കന്മാരുടെ സാധ്യത, സിനഡാലിറ്റി, പരമ്പരാഗത ലത്തീൻ കുർബാന എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാപ്പ അഭിപ്രായം പറഞ്ഞു. ലൈംഗികതയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സഭ പഠിപ്പിക്കുന്ന പ്രബോധനത്തിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയില്ലെന്ന് പാപ്പ വ്യക്തമാക്കി. വിവാഹത്തെക്കുറിച്ച് താൻ ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ കുടുംബമെന്നത് വിവാഹമെന്ന കൂദാശയിൽ പുരുഷനും സ്ത്രീയും അനുഗ്രഹിക്കപ്പെട്ടുള്ള സമർപ്പണമാണെന്നും ലയോ പാപ്പ പറഞ്ഞു. സ്വവർഗ ബന്ധങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന പരോക്ഷമായ പരാമർശമാണ് പാപ്പായുടെ വാക്കുകളിൽ നിഴലിച്ചത്. സ്പാനിഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അഭിമുഖത്തിന്റെ ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഭാഷകളിലുള്ള പരിഭാഷ ഉടൻ ലഭ്യമായേക്കും. അതേസമയം ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഭൗതിക ദാരിദ്ര്യമോ സാമൂഹിക ഒഴിവാക്കലോ അല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെന്ന് മറ്റൊരു സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. മനുഷ്യവർഗത്തിനിടയിൽ ദൈവസ്നേഹത്തിന്റെ അടിത്തറയും പുളിപ്പും സാക്ഷിയുമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുടുംബാംഗങ്ങളെ ഗാർഹിക സഭയാക്കി മാറ്റുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം പാപ്പ എടുത്തു പറഞ്ഞു.